50-ാമത്തെ പേജിന്റെ മധ്യഭാഗത്ത് അബൂശാമ റഹിമഹുല്ല ഇമാം തർത്തൂശി റഹിമഹുല്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു. വസുഇല സുഫിയാനു സൗരി, സുഫിയാനു സൗരി റഹിമഹുല്ലാഹുവിനോട് ചോദിക്കപ്പെട്ടു, അമ്മ യഖ്റഉ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ് മാത്രം ഓതുന്ന ഒരാളെ സംബന്ധിച്ച്, ലാ യഖ്റഉ ഗൈറഹ, മറ്റൊരു സൂറത്തും അയാൾ ഓതൂല, യുകർരിറുഹ, ആ സൂറത്തുൽ ഇഖ്ലാസിനെ ഇങ്ങനെ ആവർത്തിച്ച് ഓതും. ഫകരിഹു, അപ്പോൾ സുഫിയാനു സൗരി റഹിമഹുല്ല അതിനെ വെറുത്തു. വഖാല, ബഹുമാനപ്പെട്ടവർ അതിന് ന്യായം പറഞ്ഞത്, ഇന്നമാ ഉൻസിലൽ ഖുർആനുലി യുഖ്റ, ഖുർആനിനെ മുഴുവൻ ഓതപ്പെടാൻ വേണ്ടിയാണ് അള്ളാഹു ഇറക്കിയിട്ടുള്ളത്. വലാ യുഖസ്സു ഷൈഉൻ ദൂന ഷൈഇൻ, അതിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് മാത്രം ഓതുക, മറ്റുള്ള ഭാഗങ്ങൾ ഓതാതിരിക്കുക, അങ്ങനെ മാറ്റിവെക്കാൻ പറ്റില്ല. വ ഇന്നമാ അൻതും മുത്തബിഊന, നിങ്ങളെല്ലാം പിൻപറ്റുന്നവരാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ സഹാബത്തുൽ കിറാമിനെയും പിൻപറ്റുന്നവരാണ് നിങ്ങളെല്ലാം. വലം യബ്ലുഗുന അൻഹും മിസ്ലു ഹാദാ, ഇതുപോലെ ഒരു പരിപാടി, അഥവാ സൂറത്തുൽ ഇഖ്ലാസിനെ ആവർത്തിച്ചിങ്ങനെ ഓതുക, മറ്റുള്ളതൊന്നും ഓതാതിരിക്കുക എന്ന ഒരു പരിപാടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നോ നമ്മുടെ മാതൃകാ പുരുഷന്മാരായ സഹാബത്തുൽ കിറാമിൽ നിന്നോ നമുക്ക് വിവരം ലഭിച്ചിട്ടില്ല. കാല മുഹമ്മദ് ബിൻ മസ്ലമ, മുഹമ്മദ് ബിൻ മസ്ലമ റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട്, വലാ യുഅ്ത ശൈഉം മിനൽ മസാജിദി യുഅ്തഖദു ഫീഹൽ ഫളു ബഅദൽ മസാജിദി സലാസ ഇല്ലാ മസ്ജിദ് ഖുബ, പരിശുദ്ധമായ 3 പള്ളികൾക്ക് ശേഷം മസ്ജിദ് ഖുബ അല്ലാതെ മറ്റൊരു മസ്ജിദിനും ഒരു പള്ളിക്കും ഒരു പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് നിസ്കരിക്കാനോ മറ്റോ പോകാൻ പറ്റില്ല. ഖാല വഖദ് യുക്റഹു അൻ യുഅദ ലഹു യൗമൻ ബിഐനിഹി, ആ മസ്ജിദുൽ ഖുബായിൽ പോകുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസത്തെ അവലംബിച്ചുകൊണ്ട് പോവുക. ആ ദിവസത്തിൽ മസ്ജിദ് ഖുബായിൽ പോകുന്നതിന് വല്ല പ്രത്യേകതയും ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് മസ്ജിദ് ഖുബായിലും പോകാൻ പറ്റില്ല. ഖൗഫൻ മിനൽ ബിദഅത്തി, അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസത്തിൽ അവിടെ പോകുന്നതിന് പ്രത്യേകത ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അതും ബിദ്അത്തായി മാറും, അതിനെ തൊട്ട് ഭയന്നതിന് വേണ്ടി. വഅയ്യതൂല ബിന്നാസി സമാനുൻ, അങ്ങനെ കുറെ ആളുകൾ സ്ഥിരമായി ഏതെങ്കിലും ഒരു ദിവസത്തിൽ മസ്ജിദ് ഖുബ സന്ദർശിക്കാനും അവിടെ ദുആ ചെയ്യാനും അവിടെ വെച്ച് നിസ്കരിക്കാനും പോയി കഴിഞ്ഞാൽ പിന്നീട് കാലാന്തരത്തിൽ യുജഅലു ദാലിക ഈദൻ യുഅ്മദു, പിന്നീട് അത് അവലംബിക്കപ്പെടുന്ന ഒരു ആഘോഷവേളയായി മാറാനും, ഔ ഫരീളത്തുൻ തൂഖദു, അല്ലെങ്കിൽ ഒരു നിർബന്ധമായ ബാധ്യതയാണെന്നും പിൻതലമുറക്കാർ തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട്. വലാ ബാഇസ അൻ യൂതാ ഫീ കുല്ലി ഹീനിൻ മാലം തജി ഫീഹി ബിദ്അത്തുൻ, ഒരു ബിദ്അത്തിന്റെ സ്റ്റൈലിൽ അഥവാ ഒരു പ്രത്യേക ദിവസത്തിനോ സമയത്തിനോ മസ്ജിദ് ഖുബായിൽ പോകുന്നതിന് മഹത്വമുണ്ടെന്ന് മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണയുണ്ടാകാത്ത രൂപത്തിൽ മസ്ജിദ് ഖുബായിൽ പോകുന്നത് കൊണ്ട് വിരോധമില്ല, അങ്ങനെ പോകാവുന്നതാണ്. പക്ഷേ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നിർദ്ദേശിക്കാത്ത രൂപത്തിൽ ഒരു സമയത്തിനോ ദിവസത്തിനോ അവിടെ പോകുന്നതിന് പുണ്യമുണ്ടെന്ന് വിശ്വസിക്കാനോ പിൻതലമുറക്കാർക്ക് അങ്ങനെ വിശ്വസിക്കാൻ ഇടവരുന്ന രൂപത്തിലോ മസ്ജിദ് ഖുബായിലും പോകരുത്. ഇവിടെ മുഹമ്മദ് ബിൻ മസ്ലമ റഹിമഹുല്ലാഹുവും സുഫിയാനു സൗരി റഹിമഹുല്ലാഹും ഒക്കെ ഉദ്ധരിച്ച ഈ ഉദ്ധരണിയുടെ ഉദ്ദേശം എന്താണ് എന്ന് അബൂശാമ റഹിമഹുല്ല പിന്നീട് വിവരിക്കുന്നു. വഖദ് സഹ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഅതി ഖുബാ കുല്ല സബ്തിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഴ്ചതോറും മസ്ജിദ് ഖുബായിൽ പോകാറുണ്ടായിരുന്നു എന്ന് സഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ. വലാകിൻ മാന ഹാദാ, ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അന്നഹു കാന യസൂറുഹു ഫീ കുല്ലി ഉസ്ബൂഇൻ, എല്ലാ ആഴ്ചയും മസ്ജിദ് ഖുബായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകാറുണ്ടായിരുന്നു. വഅബ്ബറ ബിസ്സബ്തി, ഇവിടെ സബ്തിൽ കുല്ല സബ്തിൻ എന്ന് പറഞ്ഞതുകൊണ്ട് ശനിയാഴ്ച ദിവസങ്ങളിൽ എന്ന് അർത്ഥം വെക്കണ്ട. ഇവിടെ സബ്ത് എന്ന് പ്രയോഗിച്ചത് അനിൽ ഉസ്ബൂഇ, ആഴ്ചയെ സംബന്ധിച്ചാണ്. കമാ യുഅബ്ബറു അനു ബിൽ ജുമുഅത്തി, വെള്ളിയാഴ്ച എന്നർത്ഥം വരുന്ന ജുമുഅ എന്ന പദത്തെ ആഴ്ചക്ക് വേണ്ടി ചിലപ്പോൾ ഉപയോഗപ്പെടുത്താറുള്ളത് പോലെ. വനദീറുഹു, ഈ സബ്ത് എന്ന പദം ആഴ്ച എന്ന അർത്ഥത്തിന് ഉപയോഗിച്ചതിന് സമാനമായ ഒരു പ്രയോഗമാണ് ഫി സ്വഹീഹൈനി, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം റഹിമഹുല്ലാഹും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്, മിൻ ഹദീസി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ ഫിസ്തിസ്ഖായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമുൽ ജുമുഅത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വെള്ളിയാഴ്ച മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ ഹദീസ് ഉദ്ധരിക്കുന്ന സ്ഥലത്ത് ഖാല ഫീഹി, ആ ഹദീസിൽ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, വല്ലാഹി അല്ലാഹുവാണ് മാ റഅയ്ന ശംസ സബ്തൻ, ഒരാഴ്ച ഞങ്ങൾ
സൂര്യനെ കണ്ടിട്ടില്ല, അത്രയും തോരാ മഴയായിരുന്നു ആഴ്ച പെയ്തിരുന്നത് എന്ന് ഹദീസിൽ വന്ന സ്ഥലത്തും സബത്ത് എന്ന പ്രയോഗം ആഴ്ച എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശനിയാഴ്ച മസ്ജിദ് ഖുബായിൽ സന്ദർശിക്കുന്നതിന് വല്ല പ്രത്യേകതയും ഉണ്ടെന്നൊന്നും ആരും ഈ ഹദീസ് കണ്ടുകൊണ്ട് തെറ്റിദ്ധരിക്കണ്ട എന്ന് അബൂ ശാമ റഹിമഹുല്ല നമുക്ക് വ്യക്തമാക്കി തരുന്നു. അപ്പോൾ സൂറത്തുൽ ഇഖ്ലാസിന് മഹത്വമുണ്ട് എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സുലുസുൽ ഖുർആനാണ്. ഖുർആനിൻ്റെ 1/3 മഹത്വം സൂറത്തുൽ ഇഖ്ലാസിനും ഉണ്ട് എന്ന് നാം പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതുപോലെ മസ്ജിദ് ഖുബായിന് വലിയ മഹത്വമുണ്ടെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട വലിയ ഒരു വിഷയമാണെങ്കിലും ഇതിനൊന്നും ഒരു സമയവും സന്ദർഭവും നമ്മുടെ വകയായി നിശ്ചയിക്കാൻ പറ്റില്ല. അങ്ങനെ നിശ്ചയിച്ചാൽ അത് ബിദ്അത്തായി മാറും എന്ന് അബൂ ശാമ റഹിമഹുല്ല പരലോക ചിന്തയുള്ളവർക്ക് വേണ്ടി വിശദീകരിക്കുന്നു.